അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കർത്താവ് തന്ന ശുശ്രൂഷ തേക്കണം എന്നതായിരുന്നു തൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. നാം ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയാൽ നമ്മുടെ ജീവിതം ഒരു പരാജയമായിട്ട് തീരും. ഫിലിപ്പിയ ലേഖനം 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവെളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവനാമ മഹത്വമായിരിക്കണം. നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയാൽ നാം ലക്ഷ്യം തെറ്റിയവരായിട്ട് തീരും. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരിക്കലൊരു വേട്ടക്കാരൻ മാനിനെ വേട്ടയാടുവാൻ വനത്തിലേക്ക് പോയി. പെട്ടെന്നാണ് അഴകും പുഷ്ടിയുമുള്ള ഒരു മാൻപേട അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. വലിയ ഉത്സാഹത്തോടെ അയാൾ മാൻപേടയെ പിന്തുടർന്നു. അപകടം മനസ്സിലാക്കിയ മാൻപേട ജീവരക്ഷാർത്ഥം കുതിച്ച് പാഞ്ഞു. അതിനെ പിന്തുടരുന്നത് ദുഷ്കരമാണെന്ന് വേട്ടക്കാരന് തോന്നി. അത് വേട്ടക്കാരൻ്റെ കണ്ണുവെട്ടിച്ച് ഓടുകയായിരുന്നു. പെട്ടെന്നാണ് വേട്ടക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു മുയൽ വന്നുപെട്ടത്. മുയലിനെ കണ്ടപ്പോൾ അതിനെ പിന്തുടരുവാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ മുയലിൻ്റെ പിന്നാലെ ഓടി. മുയലിൻ്റെ അസാധാരണമായ വേഗത്തിലുള്ള കുതിപ്പ് വേട്ടക്കാരനെ തളർത്തിക്കളഞ്ഞു. അപ്പോഴാണ് തൻ്റെ സമീപത്തിലൂടെ ചുണ്ടലി പോകുന്നത് അയാൾ കണ്ടത്. വാശിയോടും കോപത്തോടും കൂടി അയാൾ എലിയെ പിന്തുടർന്ന് അതിനെ കൊന്നു. അതിനുശേഷം ഒരു ജേതാവിനെ പോലെ എലിയുമായി അയാൾ വീട്ടിലേക്ക് മടങ്ങി. ലക്ഷ്യം തെറ്റി യാത്രക്കാരായി നാം മാറിപ്പോയാൽ നാം ഈ വേട്ടക്കാരനെ പോലെ ആയിത്തീരും. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ മഹത്തായ ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ ലക്ഷ്യം മാറി. നമ്മുടെ ഉദ്യമങ്ങളുടെ കാഠിന്യം നമ്മെ തളർത്തിയപ്പോഴാണ് വില കുറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നാം മാറിപ്പോയത്. യാത്രാന്ത്യത്തിൽ ലജ്ജാകരമായ ചില വില കുറഞ്ഞ നേട്ടങ്ങളുമായി നാം മടങ്ങിയെത്തുമ്പോഴും നമ്മുടെ പരാജയത്തെക്കുറിച്ച് നാം ബോധമുള്ളവരായിട്ട് തീരുന്നില്ല. വിശ്വാസയാത്രക്കാരായ നമ്മുടെ ദുരന്തം ഇവിടെയാണ്. ആരംഭകാലങ്ങളുണ്ടായിരുന്ന തീക്ഷ്ണ ഇപ്പോൾ നമുക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുക. സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും മറ്റുള്ള ആത്മവഞ്ചനയും നമ്മെ തളർത്തിക്കളഞ്ഞിട്ടില്ലേ? അപ്പോസ്തലൻ ലോകദൃഷ്ടിയിൽ ശ്രേഷ്ഠമെന്ന് കരുതിയ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് കളഞ്ഞത് മഹത്തായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അതെന്താണ്? ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ വായിക്കാൻ കഴിയും. പക്ഷേ എനിക്കും ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. താൻ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗം അർത്ഥശൂന്യമായി തീരുമായിരുന്നു. അതിനാൽ തൻ്റെ ലക്ഷ്യം തെറ്റായിരിക്കുവാൻ അദ്ദേഹം ജാഗരൂകനായിരുന്നു. അതുകൊണ്ടാണ് ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ ചിന്തിക്കാതിരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചത്. ആത്മീയ പോർക്കളത്തിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അവിടെയും സ്വയം പ്രശംസിക്കാൻ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യം എന്താണെന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നതിനാൽ എല്ലാ പ്രലോഭനങ്ങളെയും അദ്ദേഹം അതിജീവിച്ചു. ലക്ഷ്യത്തിലെത്തുക ക്ഷിപ്രസാധ്യമല്ലെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അതിനാൽ സ്വയത്തിൽ കേന്ദ്രീകൃതമായ ആത്മവിശ്വാസം അദ്ദേഹത്തെ ഭരിച്ചിരുന്നില്ല. എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേയുള്ളൂ എന്ന വാക്കുകളിൽ സ്ഫരിക്കുന്ന വിനയവും ലക്ഷ്യബോധവും എത്രയോ അഭിനന്ദനീയമാണ്. കർത്താവിന് വേണ്ടി ശിഷ്യന്മാരെക്കാൾ അധികം അധ്വാനിച്ചത് പൗലോസായിരുന്നു. ലേഖനങ്ങളിൽ ഭൂരിഭാഗവും തൻ്റെ തൂലികയിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയതാണ്. കർത്താവിന് വേണ്ടിയും
ഏറെ പ്രസംഗിക്കുകയും കഷ്ടം സഹിക്കുകയും ചെയ്തു. എത്ര മഹത്തരമാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം! ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ല എന്ന ഏറെ നിശ്ചയത്തോടെയാണ് താൻ ഈ ലോക ജീവിതം അവസാനിപ്പിച്ചത്. ക്രിസ്തുവിന്റെ നാളിലെ പ്രശംസയ്ക്കായി നീറോ ചക്രവർത്തിയുടെ വാളിന് മുമ്പിൽ പതരാതെ അദ്ദേഹം മരണത്തെ ഏറ്റുവാങ്ങി. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവനാമ മഹത്വമായിരിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ ലക്ഷ്യം കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കുക എന്നുള്ളതായിരുന്നല്ലോ. നമ്മുടെ ലക്ഷ്യം ദൈവനാമ മഹത്വം മാത്രമായിരിക്കട്ടെ.